കയ്യിൽ വാരി കൊണ്ടുവന്നിട്ട് ഭയങ്കര ചമ്മലായിട്ട് വന്നിട്ടുണ്ട്. ഈ സാധനമല്ലെങ്കിൽ എന്നെ തീറ്റിച്ചത് എന്റെ കൈമ കിട്ടല്ലോ കേട്ടോ. ഓക്കെ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പവർ എടുക്കാൻ പറ്റൂല കേട്ടോ. ടൗൺ സിറ്റി സെന്ററിലാണുള്ളത്. പിന്നെ വേറെ സംഭവം നമ്മൾ എവിടെ എത്തിയത്, കോഹിമയിലെത്തിട്ടോ ഗൈസ്. കോഹിമക്ക് ഒരു പവർ ആയിക്കോട്ടെ. കാരണം നമ്മൾ കുറെ കാലങ്ങളായിട്ട് കൊഹിമ പോണം. ആ നീലാകാശം കണ്ടതിന് ശേഷം കൊഹിമ അത് പറയാ. കൊഹിമ പോകണമെന്നുള്ള ആഗ്രഹം അന്ന് മുതൽ മൂത്ത് തലക്ക് പിടിച്ചതാണ്. അല്ല, ആൾക്കാരൊക്കെ വന്ന് നോക്കി തുടങ്ങിയിട്ടുണ്ട്. അവിടെ എന്താ പരിപാടിന്ന് കണ്ട ആൾക്കാരൊക്കെ നമ്മൾ തന്നെ നോക്കി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മുടെ ടൗൺ, നമ്മളുള്ള സ്ഥലം ഇതാക്കണം. ഇവിടെയാണ് ഇതിവിടെ കൊഹിമയിലെ. ഇതാർക്കാ വായിക്കാൻ അറിയാം? ഡിയർ സീസോ മാർക്കറ്റ്. ഓ മതി, ഈ ഒന്ന് പ്രൊനൗൺസ് ചെയ്തേ. ഞാൻ നിർത്തി. ഇവിടെ എല്ലാ സ്ഥലപ്പേരും അങ്ങനെയാണ് ഗൈസ്. വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ നാക്കും അടിക്കാറില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രൊനൗൺസിയേഷൻ അറിയില്ല. പിന്നെ സംഭവം എന്താ വെച്ചാൽ കൊഹിമയിലോട്ട് എങ്ങനെ വരിക വെച്ചാൽ നമ്മുടെ ദിമാപൂരിൽ നിന്ന് ഒരു 73 കിലോമീറ്റർ ആണുള്ളത് കൊഹിമയിലോട്ട്. നാഗാലാൻഡ്. പിന്നെ ട്രെയിനില്ല, ബസ് സർവീസ് ഉണ്ട്. സിറ്റി അടിപൊളിയാണ്, അത്യാവശ്യം വൃത്തിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബസ് സർവീസ് ഇല്ല. അല്ല, ബസ് സർവീസ് ഉണ്ട്, ട്രെയിൻ സർവീസ് ഇല്ല. ബസ് ഉണ്ട്. നാഗാലാൻഡ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. പിന്നെ ഇത് അങ്ങോട്ടാണ് ടൗൺ സൈഡിലെ മെയിൻ റോഡ് പോകുന്നുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ ഒരു മാർക്കറ്റിലാണല്ലോ ഉള്ളത്. വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ആൾക്കാർ അനങ്ങുന്ന എന്ത് സാധനത്തിനെ തിന്നും. ജീവനുള്ള എന്ത് സാധനം അവർക്ക് പ്രശ്നമല്ല, ഒരു തിന്നും. അപ്പോൾ ഇവിടെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്കറ്റിലേക്ക് ഒന്ന് ഇറങ്ങി ഫസ്റ്റ് മുമ്പ് കണ്ട പുയ. അത് പുയ ഇങ്ങനെ പോകുന്ന പുയ. ആ പുയുവിനെ കാണാൻ നമുക്ക് വല്ല പോവാ. ഇതാണ് ആ മാർക്കറ്റ്. ഇതിലെ പോവാ. അവിടെ ഒരു സാധനം ഉണ്ട്. അവിടെ എന്താ സാധനം? ഞാൻ കണ്ടുപിടിച്ച എൻ്റെ സാധനം. എപ്പോഴും ക്യാമറ സൂക്ഷിക്കുന്നുണ്ടോ? യെസ്. ഇവിടെ അടി കിട്ടിയാൽ ഓടാനുള്ള വയ്യ എനിക്ക് അറിയോ? ഓ അയ്യോ, ഫസ്റ്റ് തന്നെ അങ്ങനെ തവള. ഇതോ പാമ്പ് ഗൈസ്. ജീവനുള്ള ഫിഷ് ആട്ടോ, പാമ്പാണല്ലോ. ഇത് നമ്മളെ മച്ചാമാരി എപ്പോഴും ഉണ്ടാവും. എന്റെ മോനെ, ഇത് നോക്കി കളർ നോക്ക് പാമ്പിന്റെ. അല്ല, തവളന്റെ പച്ച കളർ തവള. ദീദി ये कितना प्राइस? How much? 500. Can you please show? Hold. उठा भी ना। उठाओ ना, ऐसे उठाने से क्या होगा? നോക്കട്ടെ. ये पकड़ो ना. പക്കടണമൊന്നുമില്ല. തവള. യെസ്, യാസീന്റെ തവള. നോക്ക്, എടുത്ത് തൊള്ളക്കിട്ടല്ലോ. ഒന്ന് കടിച്ചിട്ട് ചാമ്പി കഴിയ. ഈ സാധനമല്ലെങ്കിൽ എന്നെ തീറ്റിച്ചത്. 500 ഇത്ര വലുതല്ല കേട്ടോ, ചെറുതായിനോ. ഇതൊക്കെ വല്ല ജീവനോടുക്കുള്ള തവള. ഇത് കളറൊക്കെ കണ്ടിട്ട് എന്റെ മോനെ, മഞ്ഞ തവള. ഒന്നോ പച്ച തവള അനങ്ങുന്നില്ല. മേത്തൊടിക്കല്ലേ. ഇത് ചെറിയ തവള യാസീനെ, ചെറുത് ചെറിയ തവള. ഓ, ചാടി കളിക്കുന്നുണ്ട് കേട്ടോ. അത് രക്ഷപ്പെടാനുള്ള എല്ലാ വഴിയും നോക്കുന്നുണ്ട്. പക്ഷെ ഊപ്പറിൽ റബ്ബർ ബാൻഡ് കുടുക്കി വെച്ചിരിക്കുന്ന മക്കളെ, ഞങ്ങൾക്ക് രക്ഷയില്ല. ഇത് നമ്മൾ ബർഗറിലുണ്ടാകുന്ന സാധനം. വീണ്ടും ഇവിടെ ഫുൾ തവളകളോണ്ടുള്ള മെയിൻ പരിപാടി കേട്ടോ ഗൈസ്. മെയിൻ സാധനം ഇവിടെ പോയി. ഇനി എന്താ ഇവിടെ കണ്ട് എന്ന് പറഞ്ഞ യാസിനെ ഗൈസ്? പച്ചക്കറി ഫുൾ. ഇതാ യാസീൻ കണ്ടു കേട്ടോ, വെളുത്തുള്ളിയൊക്കെ. ഇതെന്താ സാധനം ഗൈസ്? ഇത് നോക്കിയാ കേറി വരുന്നുണ്ട് കേട്ടോ. ഇതിലുള്ളവരട്ടോ കുറച്ച് എനർജി കൂടുതലാണ്. ദീദി, ഹൗ മച്ച് പ്രൈസ്? 4,000. Really? 1 kg. Yeah, basket 4,000. Really? Not joking. Really, how much is the price? 4,000. 4,000. This 2,000. This 300. And this one 500. ഇത് ലോക്കലാട്ടോ. ഇവനാണ് ഇവിടുത്തെ ലക്ഷറി പുയു. 4,000 റുപ്യാസിനെ നമ്മ പുയു കച്ചവടം തുടങ്ങിയാലോ? പുഴുക്കച്ചവടം തുടങ്ങേണ്ടി വരും. ഇത് നോക്കി പോക്ക് കണ്ടോ ഗൈസ്? 4,000 റുപ്യ. ഈ സാധനം വലിയ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. വേട്ട നോക്കി ഇറങ്ങി പുറത്തു പോണോ? ദീദി, they are escaping. ദീദി, they are going downwards. No. I will take it. Your glove? Please. This is going.
എന്റെ കൈമ കിട്ടല്ലോ അതാ പോയി ആ ഏക്കോർ യെസ് ആ സിമ്പിൾ. എന്റെ മോനെ ഈ സാധനം കണ്ടിട്ട് എങ്ങനെയാണ് പോകുന്നത് ഞാൻ ആലോചിക്കുന്നത്. ഇതല്ലേ ബാംബു ഷൂട്ട് ഇതാണ് കേട്ടോ ബാംബു ഷൂട്ട്. പൊളി സാധനം കേട്ടോ. മണത്താൽ എനിക്ക് ഛർദിക്കാൻ പറ്റും. നല്ല കിക്കാണ് ഇതാക്കണ വലിയ പാത്രത്തിൽ. ഇതിന് ചിലപ്പോ 10,000 റുപ്യ കഴിക്കും. സിൽക്ക് ഉണ്ടാക്കുന്നുണ്ടാ. സിൽക്ക് ഹോംസ് അല്ലത്. ഇത് സിൽക്ക് ഹോംസ് അല്ല, ഇത് വേറെ സാധനമാണ്. ഇത് സിൽക്ക് അല്ലേ ഈ കണ്ടോണ്ടിരിക്കുന്നത്. ആടാ സിൽക്ക് ഹോംസ് ആണ്. പൊളി സാധനം ഗൈസ്. ഇത് ഫുള്ള് പോയി കേട്ടോ. നോക്കി നല്ല ഒരുമാതിരി വൃത്തിയുടെ സ്മെല്ലുണ്ട്. പാമ്പിനെ പോലത്തെ പാമ്പ് ഗൈസ്. പാമ്പല്ലടാ പോലെയുള്ള മീനില്ലേ പുഴയില് വളർന്നാണ്. ഇതിന് അവളെ തവളക്കുട്ടന്മാരെ എന്താ വേണ്ടി डॉग मीट ईटिंग करने के लिए किधर होटल का नाम बोलो. केवी होटल नियर पार्किंग सेंटर. मोमो नहीं, we want dog meat curry, dog curry local dog curry. ഇവിടെ ഭയങ്കര കേട്ടോ, എല്ലാരും ഭയങ്കര സപ്പോർട്ടല്ലേ ഈ സ്ഥലം. പക്ഷെ ഇവിടെ പേടിക്കണം. ഓക്കെ ഐ ആം കമ്മിങ്. അപ്പൊ ഗൈസ് നമ്മളിവിടെ ഒരു ഹോട്ടലിൽ എത്തിയിട്ട് അതാക്കണത് ഇതെന്താ സാധനം അറിയോ? ഡോഗ് പട്ടിയിറച്ചിയാണ്. ഓക്കെ രീതി കാണിച്ചില്ലാന്ന് പറഞ്ഞിട്ട് പൊള്ളി സാധനം കേട്ടോ. ബീഫിന്റെ കറി ഹൗ മച്ച്? 150. No, we will bring our friend. He is coming from there. Dimapur. When he come, we will come here. We will have a lunch here. Okay? Thank you. അപ്പോൾ നമ്മള് പട്ടിയിറച്ചി കണ്ടിട്ടോ ഗൈസ്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് പട്ടിയിറച്ചി കറി വെച്ച സാധനം നമ്മൾ കണ്ട്. പൊടി സാധനല്ലേ. ഡോഗ് മീറ്റ് എവിടെ കിട്ടും ചോദിക്കാം. ഡോഗ് മീറ്റ് ഏത് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും ചോദിച്ചു. നമ്മൾ ഇവിടുന്ന് സാധനങ്ങളൊക്കെ കണ്ട്. ഇവിടെ പട്ടിയിറച്ചി കണ്ടില്ല നിങ്ങൾ. ഇവിടെ കുക്ക് ചെയ്ത സാധനം കിട്ടുട്ടോ. അപ്പോൾ നമ്മൾ ദിമാപൂരിൽ നമുക്ക് കിട്ടിയില്ലായിരുന്നു. കുക്ക് ചെയ്യുന്ന കഴിക്കുന്ന വീഡിയോ വരാന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇവിടുന്ന് ആള് വന്നിട്ട് നാളെ നമുക്ക് കഴിക്കാനുള്ളതൊക്കെ കിട്ടും. പിന്നെ ഞങ്ങൾ ഇപ്പൊ കൊഹിമ മാർക്കറ്റിലാണ്, മാർക്കറ്റിലല്ല ടൗണിലാണുള്ളത്. നിങ്ങൾ കൊഹിമ ടൗൺ കാണിച്ചത് നല്ല രസം കിട്ടും. ഇവിടുത്തെ ഓരോ പെയിന്റിംഗ് ഒക്കെ ഭയങ്കര രസം ഇതാക്കണത് കണ്ട് നോക്കിയാൽ. ഇവിടുത്തെ സ്റ്റെയർ കേസ് നമുക്ക് ഇതിന്റെ മുകളിൽ കൂടെ ഒന്ന് നടന്നാലേ യാസിനെ. നമുക്ക് ഇതിന്റെ മുകളിൽ കൂടെ എടുക്കാം. ബാ ഉണ്ട് അതുവഴി എൻട്രി ഉണ്ട്. നമുക്ക് ഇത് ജസ്റ്റ് കയറി നോക്കാം. ഇതിലെ കയറി അവിടെ ഇറങ്ങാം. അപ്പോൾ ഗൈസ് ഇതിൻ്റെ മുകളിൽ കൂടെ പോയാൽ നമുക്ക് ടൗണ് ഫുൾ കാണാൻ കഴിയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മുകളിൽ കയറുന്ന നേരം നമ്മൾ ഇറക്കി വിടുമോന്നും അറിയില്ല. അപ്പോൾ ഗൈസ് ഇതാണ് ഇവിടുത്തെ കൊഹിമ സിറ്റി സെൻറ്റർ. ഇതിൻ്റെ മുകളിൽ ആൾക്കാരുണ്ട് കേട്ടോ. സിറ്റി സ്ക്വയർ ഇത് വൺ സെറ്റപ്പ് ആട്ടോ. ഇത് റോഡിലുള്ള ബ്ലോക്കുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സിറ്റി ഹെഡ് അതല്ല യാസിനെ വേറെ കോമഡി ഉണ്ട്. ഇതെന്താ സംഭവിച്ചാല് റോഡ് ക്രോസ് ചെയ്യുന്നേരം ഇതിലൂടെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഉണ്ടാക്കി. പക്ഷെ ഇതിന്റെ മുകളിൽ കയറി ഇത് ക്രോസ് ചെയ്ത് അപ്പുറത്തുമ്പത്തിന് നീലങ്ങനെ അങ്ങോട്ട് 4 വട്ടം പോയി വരാം. ഇത് നല്ലൊരു ഫെയിലിയർ ആയി പോയിട്ടുണ്ട്. പക്ഷെ പ്രശ്നമില്ല, എന്നാലും കാണാം. ICICI ബാങ്ക് ഒക്കെ ഉണ്ട് കേട്ടോ, വലിയ ബാങ്ക്. ഇല്ല സിക്കിം എന്നാ മോനെ. ബട്ട് ഗാങ്ടോക്ക് മക്കളെ എജ്ജാതി ടൗൺ ആയിരുന്നു അറിയോ. ഓ ഗൈസ് അപ്പോൾ ഇതൊക്കെ പൊളിഞ്ഞു വെക്കാനായിക്കുന്നേ. ഇങ്ങോട്ട് പോവാ, ലെഫ്റ്റ് പോവാ. സത്യോ ഫുള്ള് വൃത്തികേടായിട്ടുണ്ട് കേട്ടോ. ആരും കാണൂലല്ലോ. ഫൈനും അടിക്കണ്ട പിടിച്ചാല്. യെസ് അതൊരു കാര്യം പറയാൻ മറന്ന്. ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. ഞങ്ങൾ ഉച്ചക്കാണ് വന്നത്. അല്ല ഉച്ചക്കല്ല 10 മണി. അപ്പോൾ ഇതാണ് ഞങ്ങളതിൻ്റെ മുകളിൽ കയറി താഴോട്ട് ഇറങ്ങി. എടാ യാസിനെ ഇപ്പം മനസ്സിലായി ആൾക്കാർ എന്തുകൊണ്ടാണ് താഴത്ത് കൂടെ തന്നെ നടക്കണേന്ന്. വെറുതെ ടാസ്ക് എടുക്കുന്നത് എന്തിനാ? വേലി കിടക്കുന്ന പാമ്പിനെ എടുത്തിട്ട് കൈത്തിലിടുന്നത്. അപ്പോൾ കഴിച്ച് ഞങ്ങൾ വീണ്ടും ഞാൻ മാസ്ക് ഇട്ടിട്ടോ. സംഭവം എന്താ വെച്ചാൽ അവിടെ ഭയങ്കര തിരക്കാണ്. പിന്നെ ഞങ്ങളിപ്പോൾ ഉള്ളത് മാർക്കറ്റിൻ്റെ വേറൊരു സൈഡാണ്. സിറ്റി എന്തായിരുന്നു മാർക്കറ്റിൻ്റെ പേര്?
ഈ മാർക്കറ്റിന്റെ പേര് ഏതായിരുന്നു? ന്യൂ മാർക്കറ്റ്. അപ്പോൾ അതാണ് ഇവിടെ മെയിനായിട്ട് പറഞ്ഞാൽ അല്ലോ ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഗൈസ്. തിരക്കാണ്. നമ്മളിവിടെ ഒച്ച ഉണ്ടായി കഴിഞ്ഞാൽ അടി ഉറപ്പാ ഗൈസ്. ഇവിടെ ഉണക്ക ചെമ്മീൻ, ഇവിടെ ഉണക്കമീൻ നല്ലോണം ഉണ്ട് കേട്ടോ. ഇതെന്താ സാധനം? കടുക്കയാണോ? അങ്ങനെ തവള. ഇതില്ലാതെ കടയില്ല ഇവിടെ. ഇതിനകത്ത് ജീവനുണ്ട് സാധനത്തിന്. ആ ചാടി. ഓ തവള നോക്കിക്കേ, കേട് വരുന്ന തവളയാണ്. ഇത് വെളുത്തുള്ളി എന്താ ഇങ്ങനെ? ആ നാട്ടിലത്തെ പോലെ അല്ല കേട്ടോ, ഫുള്ള് മാറ്റുള്ള സാധനം, വെറൈറ്റി സാധനം. ഇതെന്താ മഷ്റൂംസ് അല്ലേ? ചെറിയ തക്കാളിയും മഷ്റൂംസും. ഇത് അടിപൊളി സംഭവം കേട്ടോ. പിന്നെ ഈ സാധനം ബാംബു ഷൂട്ട്, ഇത് പൊളി സാധനം, എല്ലായിടത്തും കാണാം. പിന്നെ ഇത് വെജിറ്റബിൾസും തവളയും. തവള എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വേറെ എന്തുള്ളൂ. ഡ്രസ് മാർക്കറ്റ് ഉണ്ടല്ലോ, വളരെ ചീപ്പ് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ ചെറിയൊരു ഇടവഴിയാണ് ഉള്ളത് നടക്കാനേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കത്തിയടിച്ച് ഇങ്ങനെ നടക്കുന്നേരോ തട്ടി വീണാല് പണി പറയും. ഇതെന്താ ദീദി? इसके छोटा है, इसका छोटा इसका बेटा है. बेटी बेटा है. दीदी वन कॉमेडी आटो का നമ്മൾ അപ്പുറത്ത് വീഡിയോ എടുക്കുന്നത്. आप लोग केरल से माँ बाप है, एक बेटा बेटी है. ബാസ്കറ്റ് ഇവിടെ ലോക്കൽ സംഭവമാണ് കേട്ടോ. ഇവരെ ഉണ്ടാക്കുന്ന സാധനം ഇവിടെ. ഇത്ര സാധനം ഹാൻഡ് മെയ്ഡ് ബാസ്കറ്റ്. ദീദി പൊളി കേട്ടോ. ഇവിടെ ഫുൾ ഉണക്കമീനും ശർക്കരയും. ഈ സാധനം ഇന്നലെ കഴിച്ചത് ഗൂർ, ഷുഗർ ലൈക്ക്. ആ നമ്മളെ ശർക്കര വെള്ളം. ഇതെന്താ ചിപ്പിലെന്തിച്ച പൊടിയോ? ദീദി ക്യാ ഹേ യേ? ड्राइड बैम्बू शूट ड्राई. तुम्हारा नाम? हाँ, एक का नाम है. your name बैम्बू शूट. ദീദി നല്ല പൊളിയാണ്. കോമഡി വേറെ സാധനം ഉണ്ട്. ഇവരില്ലാത്ത സ്ഥലമില്ല കേട്ടോ. फ्रॉक इधर में पूरा फ्रॉक है एवरीवेयर. योर फेवरेट डिश? फ्रॉक करी. Your favorite? ദീദിന്റെ ഫേവറേറ്റ് ഡിഷ് ആട്ടോ. ഫ്രോക്ക്. ഇത് നമ്മുടെ നാട്ടിലുള്ള സാധനം കപ്പ. ये केरल में है टैपियोका. केरल में है. നമ്മളെ കൗണ്ടർ അടിക്കുന്ന കേട്ടോ ഗൈസ്. നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ദീദിമാർ ഇവിടെ ഭയങ്കര കോടി. ഇവര് ഫുള്ളൊരു ടീമാണ്. നാട്ടുകാർ ഫുള്ള് നോക്കുന്നുണ്ട്. ഇവിടെ ഫുൾ गैरल. ये बाम्बू शूट का ड्राई है. दीदी बोला हाँ. നമ്മള് എന്നെ ഉണക്കമീൻ കേരള ഉണക്കമീൻ പോലെ. ആ ഇതന്നെ നോക്കി ഇവിടെ ഫുൾ ഉണക്കമീൻ. ഈ മാലും നെയ് നാഗാമീസ് മാലും നെയ്. खाना खा लिया. ഇവരെന്നെ പിടിച്ച് തിന്നു ഗൈസ്. ഇവരെന്നോട് ചോറ് തന്നാ ചോദിക്കുന്നേ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഗൈസ്. യു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഇവര് പൊള്ളിയാട്ടോ, ഒന്നും പറയല്ല. ഈറ്റിംഗ് പറഞ്ഞു ചോറ് ഫുഡ് കഴിച്ചോന്നാ ചോദിച്ചേ ഗൈസ്. ഇവര് ഞാൻ വിചാരിച്ചു എന്നെ കൗണ്ടർ അടിച്ചാണെന്നാ. പക്ഷെ സംഭവം ഇവര് നമ്മളോട് സ്നേഹത്തോട് ചോദിച്ചതാണ് തിന്നത്. गाना के लिए अच्छा है. ये ना बहुत टेस्टी है. Very tasty है. Very tasty. Cooking ना. Machar boil na. All together cooking na. Aro itu cooking. Anda mana counter aja scene. ये कितना रुपए? Itu rupiah dah. Kilo 600 only. കിലോ 600 റുപ്യ. നമ്മളെ നാട്ടിൽ ഉണക്കൽ സ്രാവിന് പോലും അത്ര വിലയില്ല. Machibo. Machibo tomato. Terjo. All together na. Cooking. മാലന്നെ ഇതുമാരെ നാഗാമീസ് മാലന്നെ. അപ്പോ ഇവര് ഇംഗ്ലീഷ് പറയാടെ സെറ്റ് ചെയ്തിട്ടുണ്ടോ? നാട്ടുകാർ മൊത്തം നോക്കി ദീദി ബൈ ബൈ സീ യു ബൈ ബൈ ബൈ. ഇതെന്താ ഗൈസ്? ഇതെന്താ സാധനം? ഡൈനോസറിന്റെ ഉണക്കമീൻ. ആ വേറെ വെറൈറ്റി മത്തി. ഇത് മറ്റേ മെത്തൽ കുഞ്ഞുമത്തി. ഇത് എന്താടാ ഇത്? മൂക്കിൽ വലിക്കല്ല, പല്ലിനുള്ളിൽ കുടുങ്ങി പോകുന്ന സാധനമാണല്ലോ. എന്റെ മോനെ ഇത് കണ്ടാല് ചോറിന് കൂട്ടാൻ തോന്നുന്നു കേട്ടോ. അജ്ജാതി സാധനം. ഇത് ഏലം, നമ്മുടെ നാട്ടിലുള്ള ഏലം. മേലെ ബിരിയാണി ഇടുന്ന സാധനം തമിഴ്നാട്ടില്.
ഗൈസ് ഈ സാധനം കണ്ടോ നിങ്ങള്? ചെറിയ പാമ്പിനെ കുട്ടീനെ ഉണക്കമീൻ ആക്കിയതാട്ടോ. ഓ പാമ്പിനെ കൊന്നിട്ട് ഇങ്ങനെ ആക്കി ഗൈസ്. എന്ത് സീന സ്ഥലം അല്ലേ? ഓ അവസ്ഥ. ഉണക്കമീൻ തൊട്ടതേ എനിക്ക് ഓർമ്മയുള്ളൂ. നീ എന്റെ മേലെ തൊട്ടരുത്, ക്യാമറ പിടിക്കരുത്, ഒന്നും ചെയ്യരുത്. നമ്മളെ നാട്ടിൽ അതൊക്കെ ഉണ്ട്. ഇത് പുഴുവല്ലല്ലോ ഗൈസ്, ചിലപ്പോ പുയൊക്കെ അവിടെ വെച്ചോ, വെറുതെ ഒരു പണിയെടുക്കണ്ട. അപ്പൊ ഗൈസ് നമ്മള് അടുത്ത മലയാളി ഹോട്ടലിൽ എത്തിട്ടോ. നമ്മളെ തങ്കച്ചൻ ചേട്ടനെ നമ്മളെ പറഞ്ഞു വിട്ടതാണ് ഇങ്ങോട്ട്. അപ്പൊ നമ്മള് ഹോട്ടലിന്റെ പേര് ഹോട്ടൽ എവർഗ്രീൻ. അപ്പോ നമുക്ക് ഇവിടെ ഒരാളെ പരിചയപ്പെടാണ്ട്. നമ്മളെ തങ്കച്ചാനെ പോലെ തന്നെയുള്ള വേറെ ഒരാളാണ്, വേറൊരു മലയാളിയാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നെ നിങ്ങൾ ഇപ്പൊ കണ്ട മാർക്കറ്റിലേക്ക് നമ്മളെ പറഞ്ഞു വിട്ടത് ഇച്ചാനാണ് സംഭവം നമ്മൾ പറഞ്ഞു തന്നതും എല്ലാം. അപ്പോൾ നമുക്ക് ഇച്ചാനൊന്ന് പരിചയപ്പെട്ടോ കേട്ടോ. പേര് പറയൂ. പേര് ശശി. അപ്പൊ എവിടെ? നാട്ടിലെവിടെയാ? ആലപ്പുഴ കായംകുളം. അപ്പൊ ഇവിടെ വന്നിട്ട് എത്ര കൊല്ലായി? ഒരുപാട് വർഷമായി. ഇവിടെ സംഭവം നമ്മള് കോഹിമ ഇങ്ങനെ കണ്ട് കോഹിമ ടൗണിലൂടെ ഇങ്ങനെ ഓരോ മാർക്കറ്റിലൊക്കെ കയറി ഇങ്ങനെ പോവാൻ റൈഡിങ് ജാക്കറ്റ് ഒക്കെ മാറ്റി ഞങ്ങൾ അവിടെ മഴ പെയ്തിട്ട് ഞങ്ങളെത്തി. പെരും മഴ. ഞങ്ങളെന്തൊക്കെ തിരിച്ചോടി റൂമിലോട്ട് ഓടി. അവിടെ നമ്മളെ എവർഗ്രീനില് ഫുൾ മയം പോയി, പൊരിഞ്ഞ വെയിൽ, ആകാശം ഫുൾ ക്ലിയർ ആയി. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഇറങ്ങി. ഇവിടെ ഒരു സംഭവം കണ്ടിട്ടതാ ബാംബു മാർക്കറ്റ്. അപ്പോൾ ഇതൊരു ഫുള്ള് മുളകൊണ്ട് ഉണ്ടാക്കിയൊരു സംഭവം കേട്ടോ. കാണാൻ നല്ല രസമുണ്ടല്ലേ? നല്ല പഴയ സ്റ്റൈല് സംഭവമാണ്. അപ്പോൾ ഇവിടെ പച്ചക്കറിയും ബാംബു ഷൂട്ട് തന്നെ കേട്ടോ ഇവിടുത്തെ മെയിൻ സംഭവം. ഓരോ മാർക്കറ്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ടൊക്കെ യാസിനെ അടിപൊളിയായിട്ട് ഒരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. റോഡ് സൈഡിൽ ഉണ്ടാകുന്ന ആ പുളിമരത്തും എല്ലാ സാധനമല്ല ഇത് അല്ലേ? ഇതിന്റെ പേരെന്തായിരുന്നു? ഇതിന്റെ പേര് എനിക്കറിയില്ല. ഇതിന്റെ പേര് അറിയുന്നവര് എന്തായാലും കമന്റ് ബോക്സിൽ. ആ റോഡുമേൽ ഇങ്ങനെ വീണെടുക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഗൈസ് ഇത്. പിന്നെ ഇവിടെ അത് മെയിൻ വെജിറ്റബിൾ നമ്മൾ നേരത്തെ കണ്ട കൈപ്പക്ക. വേറെ സാധനം എന്താ സാധനം? ഈ സാധനമൊക്കെ ഇവിടെ കച്ചവടം ചെയ്യാൻ വെക്കുന്നത്. നമ്മളെ നാട്ടിൽ ഇതൊന്നും ആരും എടുക്കൂല ഗൈസ്. ഇവിടെ മഷ്റൂംസ് ഒക്കെ മെയിൻ സംഭവം തന്നെയാണ്. ഉണക്കമീനും എന്താ പറയുക, നമ്മളെ ഉണക്കമീൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന നാട് ഏതാ കേരളത്തില്? കോഴിക്കോട് നല്ലോണം ഉണ്ട്. നമ്മളെ നാട്ടിൽ കൊടുവള്ളിയൊക്കെ നല്ല പോലെ ഉണ്ട്. കൊടുവള്ളി ഒരു മാർക്കറ്റുണ്ട്. ഇവിടെ മീനാട്ടോ ഇവിടുത്തെ മെയിൻ. യെസ്, മീനിൻ്റെ ഇടയിലും ആശാനുണ്ട് കേട്ടോ. തവള കിട്ടാത്ത സ്ഥലമില്ല കേട്ടോ. എല്ലായിടത്തും തവള ഉണ്ടാവും. അപ്പൊ ഇത് ഇവിടെ ഫുള്ള് മാർക്കറ്റാ മെയിൻ. യെസ്, എന്തായിരുന്നു BOC മാർക്കറ്റ്, അപ്പുറത്ത് മാ മാർക്കറ്റ്. അപ്പൊ ഗൈസ് അവിടെ ബേക്കിൽ ആള് വരുന്നുണ്ട്, ഒരു പോയിക്കോട്ടെ. ഗൈസ് നമ്മൾ ഇതാക്കണ ഇവിടെ എത്തിട്ടോ. മാവ മാർക്കറ്റിലെത്തി. അടുത്ത മാർക്കറ്റിലെത്തി. കണ്ടുപിടിച്ച് വന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നാലും ഇവിടുത്തെ മാർക്കറ്റ് വേറെ തന്നെ ലെവലാണ്. അതെ നാഗാലാൻഡിൽ എന്തൊക്കെ ഈ സാധനം എവിടെയൊക്കെ കിട്ടും എന്നുള്ളത്. ഇവിടെ വന്നിട്ട് ഇത് കഴിക്കാൻ ആഗ്രഹമുള്ളവർ ആരും കിട്ടാതെ പോയത്. അപ്പോൾ നമ്മൾ എത്തിയത് മാവോ മാർക്കറ്റ് കോംപ്ലക്സ് കൊഹിമ. അപ്പോൾ അവിടെ കയറുന്നതിന് തന്നെ ഞങ്ങൾക്ക് ഒരു അടിപൊളി സീൻ ഉണ്ട് കേട്ടോ. യെസ്, എലി നോക്കിയ അടിപൊളി സാധനം. ഇത് ക്യാമറ ലെൻസ് ബില്ലൊക്കെ വരുന്നുണ്ട് യാസിനെ. എന്താ അപ്പൊ ഗൈസ് എലിയും തവളയാണ് കേട്ടോ എൻട്രി. ഹായ് ദീദിമാർ അടിപൊളി കേട്ടോ. ഇവിടെ ഭയങ്കര സപ്പോർട്ടിങ് കേട്ടോ. നമ്മളെ വീഡിയോ എടുക്കാൻ കേരളത്തിൽ നിന്ന് വന്നാണെന്നൊക്കെ പറഞ്ഞേരോ. അപ്പോൾ നിങ്ങൾക്ക് വേറെ സംഭവം കാണിച്ചു തരാം. എൻ്റെ മോനെ പുഴുവിനെ കൊണ്ടുവന്ന് കൊട്ടു നോക്കി. ഇത് ഫുൾ പുഴു കേട്ടതാ. ഇത് നോക്കിക്കേ, ഇവിടെ തന്നെ കാണാനുള്ള കേട്ടതാ. നിറച്ച് സിൽക്ക് വേംസിനെ കൊണ്ടുവന്നിട്ട്. दीदी ये केजी कितने रुपए? 400 300 700. ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആട്ടോ. 1 കിലോ ദിമാപൂർ കമ്മേ 450. ഇത് അടിപൊളി സാധനം കേട്ടോ. ഇവിടെ വേറെ വെറൈറ്റി സാധനം കാണിച്ചിട്ടുണ്ട്. അച്ഛൻ അങ്ങോട്ട് നടക്ക്. എന്താ ഇവിടെ നമ്മള് ചെറുതല്ലേ കണ്ട് നേരത്തെ. വലിയ എലിക്കുട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാക്കണ ഏതാ സാധനം നോക്കി ഗൈസ്. ഓടിക്കളഞ്ഞിട്ടോ. ഇതിനൊക്കെ അടിച്ച് കയറ്റാനുള്ള സാധനം കേട്ടോ അല്ലേ യാസിനെ? ഇത് നോക്കിയാൽ ചെറിയ ആൾക്കാർ കൂട്ടില് ഇതൊക്കെ ആരാണ് കഴിക്കുന്നത്? കഴിക്കാനുള്ളതാ. എല്ലാം കഴിക്കാനുള്ള. ഞാൻ നേരത്തെ ദീദിനോട് ചോദിച്ചു. ദീദി പറഞ്ഞു കാനേക്കലി എന്ന് പറഞ്ഞു. അവിടെ ചേച്ചി തക്കാളി ഇത് ഫ്രൈ ആക്കുന്നുണ്ട്. നോക്കിയേ മക്കളെ, നാളത്തെ സാപ്പാടായിരിക്കും നിങ്ങളെല്ലാരും. അപ്പൊ ദീദിന്റെ അടുത്ത് കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടുക്ക് ഇവിടെ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ദീദാ വേറെ ടൈപ്പ് പോയി കേട്ടോ.
പൊളി ഇതാക്കണ ചോപ്പ് ടൈപ്പ് നമ്മൾ നേരത്തെ കണ്ട ടൈപ്പ് ആണോ ഇതിനെന്താ ഫുഡ് കൊടുക്കുക അറിയോ കാണിച്ചു ഇതെന്താ ഫുഡ് ഇത് പുഴുവിന് കൊടുക്കുന്ന ഫുഡാ കേരള സേ ഇവിടെ പോയാൻ കൗണ്ടർ ആട്ടെ എല്ലാരും പൊരിഞ്ഞ ചിരി നമ്മളെ തന്നെ നോക്കുന്നത്. അപ്പൊ ഗൈസ് ഇത് ഇവിടെ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പുയു മെയിൻ ആട്ടോ, പച്ചക്കറിന്റെ കൂടെ ഇവിടെ പുയു പ്രസവിച്ചെന്ന് തോന്നുന്നു, ചെറിയ പുയു. അവിടെ നമ്മളെ പറഞ്ഞ് തിരിച്ചോട്ട് യെസ് നമ്മളെ കൗണ്ടർ അടിച്ച് നിൽക്കാണ്. ഇവർക്ക് എന്താ സംഭവിക്കുന്നത് നോർമൽ കേട്ടോ. അവിടെ നമ്മളെന്താ ഇതാ മോനെ മീന് പിന്നെ തവളനെ പാക്ക് ചെയ്യാട്ടോ. ഓ തവളനെ ചെറിയ കവറിലാക്കിയിട്ട് തവളേനെ പാക്ക് ചെയ്യുന്നു. ദീദി एक पैकेट कितना रुपए 150 100 ഓക്കേ ഇവിടെ വില കുറവാട്ടോ. थोड़ा कम है. വേറെ കൊറേ സാധനങ്ങളുണ്ടാ എന്റെ അതാണ് അതാണ് ഒന്നും മനസ്സിലായില്ല. അങ്ങനെ തന്നെ ഫൈനാണ് ഇത് എടുത്താല്. ഓ അങ്ങനെ അങ്ങനെ തന്നെ നല്ല നല്ല അടിപൊളി. ഇവിടൊക്കെ ഫുൾ പാക്ക് നോക്കിയേ ഇങ്ങനെ എടുത്തിടുക, പൊടിച്ചടിക്കുക. കേരള യൂട്യൂബർ. താങ്ക് യു. അപ്പൊ നല്ല ആൾക്കാരോട് നമ്മൾ വ്ളോഗ് ചെയ്യുന്ന കണ്ടിട്ട് എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചു. യൂട്യൂബർ ആണോ ചോദിച്ചു. ഇവിടെ എന്തോ പരിപാടി നോക്കിട്ടോ. എന്താ ചേച്ചി എന്തോ വേറെ നമ്മളെന്തോ കല്ലെടുത്ത് എറിയാനൊക്കെ നോക്കുന്നുണ്ട്. നമ്മളെ ഇടിച്ചു പോയിട്ട് ശരിയാക്കിയാളെന്നൊക്കെ പറഞ്ഞു. അങ്ങനല്ല, നമ്മളെ ഭാഷ എങ്ങനെയാണെന്ന് പറയാം ഭാഷ. ഓ ഗൈസ് നമ്മളെ ഭാഷ നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്നുള്ള പേർക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ദീദി ഇവിടെ മാരക പാക്കിങ് കേട്ടോ. തവള അടുത്ത പാക്കിങ് എങ്ങനെയാണ് കേട്ടോ. ഫുൾ പാക്കിങ് എങ്ങനെ പാക്കിങ് കാണിച്ചരാ. അതെ ഇടുന്നു, പാക്ക് ചെയ്യുന്നു. അതൊക്കെ കേരളത്തിൽ കിട്ടും. ഇവനോട് രക്ഷപ്പെടാൻ നോക്കണ്ടോ, ഇവനോട് കെട്ടിട്ടതാ. ഓക്കെ, ഇനി വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കാണിച്ചു കേട്ടോ. പക്ഷെ നമുക്ക് വേണ്ട മെയിൻ സാധനം പട്ടിയിറച്ചിയായിരുന്നു. പക്ഷെ ഞങ്ങളവിടെ കണ്ടു വെച്ചിട്ടുണ്ട്. നമുക്കിത് ഒന്ന് സാപ്പാട് അടിക്കാൻ പോണം. സാപ്പാട് അടിക്കും ഒരിട്ട് ഞങ്ങൾ സാപ്പാട് അടിക്കാൻ പോകും. അല്ല ഞങ്ങൾ വേറൊരാൾ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളൊരാൾ വരുന്നുണ്ട്. അപ്പോൾ ആൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാപ്പാട് അടിക്കാൻ പോകുന്നത് കാണിച്ചു കേട്ടോ ഗൈസ്. എടാ മുയല് ഇവിടെ കിട്ടാത്ത സാധനമൊന്നുമില്ല കേട്ടോ. ഈറ്റിംഗ് സബ് പൂരാ ഈറ്റിംഗ് सब कुछ खाता है इधर में. ये कितना है पैकेज? ಇದು 100 rupees 150 ദോ രണ്ടെണ്ണം എടുത്താൽ 150 തരാന്നാട്ടോ പറഞ്ഞത്. ഇത് ചാടി കളിക്കുന്നുണ്ട് കേട്ടോ തവള. बेसी वाला ये क्या है? ए स्नेल स्नेल അമോക്. ബൈ ബൈ, താങ്ക് യു. ദീദി പുയൂനെ കയ്യിൽ വാരി കൊണ്ടുവന്നിട്ട് ए कुछ भी नहीं होगा नहीं ऐसा भी खाता है ना, ऐसे भी है. अरे बाप रे है യാസീനെ കൈ കൊടുക്കുന്നത്. ഇവിടെ എല്ലാരും ചിരിക്കുന്നുണ്ട്. ഓക്കെ, कुछ नहीं होगा नहीं दीदी कुछ नहीं होता है खाता है तो. दीदी इसके पॉकेट में डालो, पॉकेट ओपन करो और डालो. एडे बोले दीदी पुलिस आया लुटे दे. ये तो ना ये तो कच्चा भी खाता है. नागा मेडिसिन का. कुछ नहीं प्रॉब्लम. दीदी ये फ्राइड किधर मिलेगा? अरे बाप रे लगता है वो दोनों दार क्या है पकड़ना. नहीं पिടിച്ചോ. ഞാൻ പിടിക്കില്ല, ഞാൻ ഓൺലി ക്യാമറമാൻ. कुछ नहीं होता है. दीदी പ്ലേറ്റിലൊക്കെ കൊണ്ട് ചോറ് കൊണ്ട്. दीदी ये फ्राइड किधर मिलेगा? कुक्ड किधर मिलेगा? हाँ? कुक्ड ओ पानी ए पानी नींबू ये वाला किधर मिलेगा? किधर मिलेगा? फ्राइड लकड़ी में फ्राइड किधर मिलेगा? ईटिंग नहीं मिलेगा नहीं मिलेगा. नहीं मिलेगा. हाँ मैं हम लोग केरल से, हम ये कुकिंग नहीं, I don't know how to cook this. Where we can get this cooked?
ദീദിക്ക് ഇംഗ്ലീഷ് അറിയില്ല കേട്ടോ. ദീദി ആകെ ഞെട്ടിപ്പോയി. അവിടെ ഫുൾ കൗണ്ടർ അടി. മാർക്കറ്റ് മൊത്തം ഈ ചിരിപ്പിക്കും. എന്ത് ചെയ്യാനോ മക്കളെ, നാഗാമീസ് പഠിച്ചിട്ട് നാഗാലാൻഡ് കയറാൻ പറ്റുമെന്ന് പറഞ്ഞാല് എനിക്കിത് വയ്യടിയാ, എനിക്ക് വയ്യ. അപ്പൊ ദീദി വീഡിയോ എടുക്ക്, വീഡിയോ ജാസിയും പൊള്ളിയാട്ടോ. എന്റെ മോനെ ദീദി പൊള്ളിയായി. എന്റെ മോനെ പൊള്ളി സാരട്ടോ. ഇവര് വേറെ തന്നെ വൈബില് യാസിനെ. तुम्हारा घर किधर है? तुम्हारा घर किधर है? नेम बोलो, नेम नाम. मेरा नाम सानिया. सानिया मिर्जा. सानिया मिर्जा. പൊള്ളി ഒരു രക്ഷയില്ല കേട്ടോ. ഇവരെന്നാ സപ്പോർട്ട് അറിയാം നമ്മളെ. എന്റെ മോനെ ഒന്നും പറയാനില്ല, ഒരിക്കലും പ്രതീക്ഷയില്ല. ഇവിടെ മൊത്തം അല്ല പിന്നെ ഇതൊക്കെ വാണ്ടിയത് വരിക, പ്ലേറ്റ് കോരുക, കൊണ്ടുപോവാ. ഹെൽമെറ്റിനുള്ളിൽ പോയി കയറിക്കണം, നോക്കിക്കോ. ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കലേ. ദീദി വേറെ തന്നെ പൊളി. എടാ ദീദിന്റെ വീട് എവിടെയാണ് ചോദിച്ചു നോക്കി. അവിടെ പോയാ ദീദിനെ കൊണ്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം. യു പീപ്പിൾ ആർ വെരി നൈസ് ഗൈസ്. എനിക്ക് ഒന്നും പറയാനില്ല, ചിരിച്ചത് കണ്ണെന്ന് വെള്ളം വന്നു കേട്ടോ. അജാതി ചിരി അവിടുത്തെ ചിരിച്ച്. നമ്മളെ മലയാളത്തിൽ നമുക്ക് ഇങ്ങനെ കൗണ്ടർ അടിച്ച് ചിരിക്കാനാവില്ല. അവിടെ പേർക്ക് നമ്മളെ ഭാഷയും കൂടി അറിയെങ്കിലുണ്ടല്ലോ പൊളിച്ചടിക്കാനെ ഒരു രക്ഷ ഉണ്ടാവില്ലായിരുന്നു. നമുക്ക് യാസിന ഇത് ഫ്രൈ ചെയ്ത സ്ഥലം കണ്ടുപിടിക്കണം, ദീദിക്ക് കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുക്കാം. ചെയ്തിട്ടേ പോവുള്ളൂ. അതെ, നമ്മ ദീദിന്റെ ഭാഷയിലെ ചോദിക്കാം. हम लोग दीदी हम लोग तुम्हारे घर में आया, तो फ्राई मिलेगा? नहीं नहीं मैं ये भाई और कम तुम्हारे घर में. ഹലോ ഗൈസ് എന്നെ ഹിന്ദി പഠിപ്പിച്ച ടീച്ചർ ഇത് കാണുന്നുണ്ടെങ്കിൽ അന്ന് എന്നെ നന്നായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. ഹിന്ദി അല്ലടാ, ഇത് നാഗാമീസ്. അയ്യോ ഭാഷ ഇതൊന്ന് പഠിക്കണം കേട്ടോ യാസിനെ. അല്ല ഞാൻ നാഗാലാൻഡിൽ പോകുന്നില്ല. ഞാൻ ഈ സാധനം ഇവിടെ ഫ്രൈ ചെയ്ത് കിട്ടുക വെച്ചാൽ കണ്ടിട്ട് ഞാൻ ഒരു ഇംഗ്ലീഷ് പറയുന്ന ഒരാളെ കണ്ടുപിടിച്ചിട്ടെ. नागामीस नहीं आता, ओनली मलयालम. तू मलयालम आता है दीदी? तू मलयालम आता? नहीं 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 नहीं, ദീദിക്ക് മലയാളം അറിയില്ല. പക്ഷെ എനിക്ക് നാഗാമീസ് അറിയാം. അതുകൊണ്ട് ദീദി എന്നെ കൗണ്ടർ അടിച്ച് നശിപ്പിച്ചു കളഞ്ഞു. മോനെ മാർക്കറ്റ് കയറിയിട്ട് ഇത്രയും പവറേജ് ആക്കി കഴിഞ്ഞിട്ട് നമ്മള് എന്റെ മോനെ പൊളിട്ടോ. അപ്പൊ ഈ താങ്ക് യു എവരിവൺ. താങ്ക് യു, ബൈ ബൈ. സാനിയ മിർസ പൊളിട്ടോ. ദീദി വേറെ തന്നെ ലെവലിട്ടോ. നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങളെ കൊണ്ട് ഇങ്ങനെ നടക്കുമോ? ഇവിടെ ഒരു മാർക്കറ്റില് യാസിനെ വീട്ടിലിരിക്കും എല്ലാരും ഇല്ലട്ടോ, കുറച്ച് ആൾക്കാരുണ്ട്. താങ്ക് യു, ബൈ ബൈ. യാസിനെ ഇത് ഫ്രൈ ചെയ്ത സ്ഥലം കണ്ടുപിടിക്കണം, അതാണ് എന്റെ അടുത്ത ലക്ഷ്യം. ഫ്രൈ ചെയ്ത സ്ഥലം ചിരിച്ചത് കാണുന്ന വെള്ളം വന്നു ഗൈസ്. എന്ത് പറയാനാ, ഇവിടെ മാർക്കറ്റ് കയറിയിട്ട് ഇവരൊക്കെ ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു. ഞങ്ങൾ കുറച്ച് പേടിച്ചിരുന്നു. ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്. അപ്പോ നമ്മള് ഈ വീഡിയോ എൻഡ് ചെയ്യാനായില്ല, സോറി ഗൈസ്. കഴിച്ചിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എൻഡ് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ഫുഡ് പോയി കഴിക്കാം. ഈ സാധനം ഇവിടെ കിട്ടും നോക്കാം, ഫ്രൈഡ്. നമ്മൾ ഇവിടുന്ന് മാർക്കറ്റൊക്കെ കണ്ട് ഒരു ചെറിയൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് കുറച്ച് ആൾക്കാരെ കണ്ടു. അവർക്ക് ഭയങ്കര രസം. നമ്മളെ വണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കട്ടെ ചോദിച്ച പോലെ പറഞ്ഞ് മേലൊക്കെ മണ്ണാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ്. നോ പ്രോബ്ലം ഭയ്യ. तुम्हारा नाम? मेरा नाम ज़्यादा पड़ेगा. घर इधर भी? आसाम. आसाम में. ये काम के लिए इधर है? हाँ, काम के लिए. तुम्हारा नाम? राजू गरम. आसाम से. तुम्हारा नाम? विशाल. तिरके. आसाम से. तीनतुस आसाम से. അപ്പോൾ ഗൈസ് ഇവര് നമ്മളെ വണ്ടി കണ്ടിട്ട് നോക്കി ഇങ്ങനെ നിൽക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളോട് ചോദിച്ചു യൂട്യൂബ് ആണെന്ന്. അപ്പോൾ 3 സബ്സ്ക്രൈബറേയും കിട്ടി. അപ്പോൾ ഫോണിൽ വീഡിയോ ഇതർ ആളെ ഇതാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര രസമല്ലേ, നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. പൊളി വീഡിയോ അങ്ങ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് മാർക്കറ്റൊക്കെ കണ്ട് നമ്മൾ കൊഹിമയിലെത്തി. ഇനി നാളെ നമ്മൾ പോകാൻ പോകുന്നത് കിസാമ വില്ലേജിനെ കുറിച്ചിട്ട് ഞാൻ നാളെ വീഡിയോയിൽ പറയുന്നുണ്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ പേര് കേട്ടിട്ടുണ്ടാവും കിസാമ വില്ലേജ്. അപ്പോൾ ഒരു വലിയൊരു സംഭവമാണ്, പക്ഷെ അവിടെ ഇപ്പം ആ സംഭവം ഉണ്ടോന്ന് അറിയില്ല. പോയി നോക്കണം. അപ്പോൾ നമ്മൾ ഇവരിപ്പോൾ നമ്മളെ വീഡിയോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, യാസിൻ വ്ളോഗ്സ്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷമില്ല. എങ്ങനെ ആൾക്കാരെ കാണാൻ പോകാനോട് വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഒരു ചമ്മലുണ്ടായിരുന്നു. പക്ഷേ
ഓക്കെ നമ്മൾ ആസാം എന്നാ വരുന്നതെന്ന് പറഞ്ഞോട്ട് ഗ്യാസിനെ Yeah. അപ്പൊ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫുഡ് കഴിക്കണം. ഇതാണ് കേട്ടോ. യെസ്, അപ്പൊ ഫുഡ് കഴിക്കാൻ പോകട്ടോ ഗൈസ് ഞങ്ങള്. അപ്പൊ നമുക്ക് ദീദി ആട്ടോ ഫുഡ് ഉണ്ട് തന്നെ. ദീദിക്ക് ഭയങ്കര ചമ്മല്. ഏയ് കം കം ഹിയർ. ഭയങ്കര ചമ്മൽ കിട്ടോ. നല്ല രസമായിരുന്നു. ചോറുണ്ടെന്ന് ദീദി ഓടിക്കാനേ, ആ കുട്ടി ഓടിക്കാനേ. യെസ്, അപ്പൊ നമ്മള് ദാൽ കറിയും പിന്നെ ഇവിടുത്തെ റൈസും ഇത് കേബേജ് വെറും ചൂടുവെള്ളത്തിൽ പൊയിങ്ങിട്ട സാധനം. അങ്ങനെയുണ്ട്, തിന്നോക്ക്. കൊണ്ടുവന്നല്ലേ ഇവിടെ ഉള്ള ആൾക്കാർ വളരെ സിമ്പിളാണ്. ഹായ്. അപ്പോൾ ഇവിടെ ആൾക്കാർ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ആൾക്കാർ രസമുണ്ടോ? അപ്പോൾ ഞങ്ങൾ ദാലും ഇതൊക്കെ കൂട്ടി ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക. അപ്പം ഭയങ്കര തീറ്റയാട്ടോ. വിശന്നിട്ടാണല്ലേ? എത്ര നേരമായി. അപ്പോൾ ഗൈസ് വേറെ പറയാനുള്ള കാര്യം, നിങ്ങൾ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ദീദി ഭയങ്കര ചമ്മലായിട്ട് വന്നിട്ടുണ്ട്. യുവർ നെയിം പ്ലീസ്. വല്ലാത്ത ചമ്മലുണ്ട്, ഒരു രക്ഷയില്ലേ. നമ്മളെ നാട്ടിലത്തെ പെൺകുട്ടികളാണ് കഷ്ടമല്ലേ. പക്ഷെ നമ്മളെ നാട്ടിൽ പെൺകുട്ടികൾ കേട്ടോ യൂട്യൂബ്. एक प्लेट ऑमलेट दे दो. നോ പ്രോബ്ലം. ദീദി ഭയങ്കര ചമ്മലിട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലേ. അപ്പോൾ നാഗാലാൻഡിൻ്റെ പോളിസ് സംഭവമായിട്ട് ഞങ്ങൾ ഇനി അടുത്തത് നമ്മളിവിടുത്തെ വില്ലേജിലോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.